जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. നീ വീട്ടിലേക്ക് ഡാൽഡ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഡാൽഡേ? ഞാനോ? മാഷേ ടീച്ചറെ, ഞാൻ കാരണം പിള്ളേരൊന്നും മര്യാദ ആകുകയല്ല. ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. എന്നെ കളിയാക്കാൻ പറയാ? അങ്ങനെയൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വീട്ടിലേക്ക് ഒരുത്തം കയറി വന്നാൽ ആരായാലും കോമളത്തിനെ കണ്ടാൽ ഈ വീട്ടിലൊരംഗം എന്നല്ലാതെ വാലിക്കാരത്തി അന്ന് പറയില്ല. അത്രയ്ക്ക് മുഖശ്രീയാ. ഞാൻ ഇതിലെ കൂടെ പോവുമായിരുന്നു. അപ്പോഴാ വാല് തുറന്നു കിടക്കണുണ്ടത്. മാഷും ടീച്ചറും വന്ന് കാണുമായിരിക്കുമല്ലോ എന്ന് കരുതി ഞാനിങ്ങോട്ട് കയറിയതാ. ഇല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കോമളം പറഞ്ഞു കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോവാന്ന്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ചില ഉപദേശങ്ങളെല്ലാം. അല്ല, എന്റെ മോളാവാൻ പോലും പ്രായമില്ല. കോമളം അകത്ത് പോ. നല്ല സ്വഭാവ ഗുണമുള്ളൊരു കുട്ടിയാ. അല്ല, അത് പിന്നെ എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നല്ല ഒന്നാം തരം നായർ കുടുംബത്തിൽ പിറന്നതാ. അല്ല, പുരോഗമനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ കഥയില്ല. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? അല്ല, അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എന്നെ സംഭവിച്ചിട്ട് കൊണ്ടുവന്ന് ആക്കിയാ മതി. ഈ കുന്തത്തിനെ പറഞ്ഞയച്ചാൽ വേറൊരെണ്ണത്തിനെ കണ്ടുപിടിക്കണ്ടായോ? ഒരാളും വേണ്ട. ഉണ്ടാവുന്ന എനിക്ക് ബുദ്ധിമുട്ട്. ആ ശരി, നീ വിഷമിക്കായിരിക്കും. ഇന്ന് തന്നെ അതിനെ കെട്ടിയെടുക്കാം. എങ്കിലും ചേട്ടൻ എന്നോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയല്ലോ. ഞാൻ എന്നാ പെരുമാറിയെന്നായി പറയുന്നേ? ആൾക്കാര് കണ്ടെന്തോ വിചാരിക്കുന്ന. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളത്തേക്ക് ഞങ്ങളിവിടെ കാണുകയല്ല. വന്നാ ഉടനെ ഇനി വിളിച്ചോണ്ട് പോരാ. എന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ? തിരിച്ചു എന്ന നാട്ടുകാർ എന്ത് പറയും? ഓ, ഇതൊരു ഒരു ഷോയല്ലേ കൊത്താവേ. മിണ്ടായിരിക്കല്ലോ പറഞ്ഞു. ബസ് ഇപ്പൊ വരും. ഹലോ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തിനാ സ്ത്രീ കരയുന്നത്? എന്താ പെങ്ങളെ കാര്യം? പെങ്ങളോ എന്ന് പറഞ്ഞാൽ അവരെന്തിനാ കരയുന്നത് അറിയണ്ടേ? അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗതി ഒന്നും അല്ല. അത് അവര് പറയട്ടെ. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയെ നടുറോട്ടിട്ട് കരയിപ്പിച്ചാലേ പൗരബോധമുള്ള ജനങ്ങൾ ഇടപെടും. ഇടപെടണ്ടാங்க എടുത്തോ. ആ ചുങ്കം ആളറങ്ങാണ്ട. ആ പെട്ടെന്നാട്ട് ഒന്ന് വേഗം കയറും നിങ്ങളെ. ചേട്ടൻ വരണം, ഞാൻ കാത്തിരിക്കും. എന്താ ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ? മനസ്സിലായില്ലേ നിനക്ക്? തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടായോ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ കൊള്ളിയാണല്ലോ. അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയതാ. നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാശിനെ കിട്ടില്ല. അതിന് മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ അറിയാനാ? എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കും തൊട്ട് തേങ്ങ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കൂടെ എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ? ആ, ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമില്ല ഏട്ടാ. എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാചിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ? ആ, ആയിരിക്കണം. അല്ലേ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ? ഗർഭിണിയായോ? അളിയൻ പിന്നെ എന്നാ വാഴയ്ക്കാ വിചാരിച്ചത്? എടാ കള്ളോ, നീന്റെ ചെലവിൽ നാലിന് അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. കേറുവന്നില്ലേ? എന്റെ ടീച്ചറെ, ഈ കായ വറുത്തൊന്നും തന്നിട്ട് ഒരു കാര്യമില്ല. നല്ല കോഴിയിറച്ചിയും നല്ല മീൻകറിയും കൂട്ടി ഒരു ഊണ് തന്നെ. ആ, അതൊന്നും നടക്കുകയല്ല. നല്ല ചോറും സാമ്പാറും പിന്നെന്നതാ രസം. ആ, രസം എല്ലാം കൂടെ ചേർത്ത് ഇലയിട്ട് ഒരു ഉഗ്രൻ ചാപ്പാട് വരും. പട്ടത്തിയല്ലേ? എന്നാലും അതൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ട. ഇറച്ചി മീനും വെക്കാൻ റോസി, ഇവന്റെ ചേച്ചി. അവൾക്ക് ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ, വിവരമില്ല. അത് വെറുതെ ചേച്ചിയെ പറ്റി പറയാത്ത ദിവസമില്ല.
ഏതായാലും എനിക്കിപ്പോ സന്തോഷായി. ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നുള്ളൂ സത്യ. പക്ഷെ അതൊക്കെ എനിക്കിപ്പോ മാറി. അല്ല, ഇവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരലുണ്ടോ? ഓ, ആര് വരാനാ? ഏയ്, പ്രസവം അടുത്തില്ലേ? ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഓ, അങ്ങ് പ്രസവിക്കും. എന്നാ സഹായത്തിന് ഒരാളെ നിർത്തണം. അതൊക്കെ ബുദ്ധിമുട്ടാളിയാ. ഒന്നാമത് കണ്ടവരൊക്കെ അടുക്കളയെ പെരുമാറുന്ന ഇഷ്ടമല്ല. പട്ടത്തിയല്ലേ? വൃത്തി ഉണ്ടാവില്ല ഒന്നിനും. ആ, എന്നാ നല്ല വൃത്തിയും വെടിപ്പും ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ തരാം. ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ അയക്കും ചെയ്യാലോ. പിന്നെ പ്രസവം അടുക്കുമ്പോ നിന്റെ ചേച്ചി ഞാൻ ഇവിടെ കൊണ്ടു നിർത്താം. ഓ, അതൊന്നും വേണ്ടല്ലേ. ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ബുദ്ധിമുട്ടണ്ട. നിന്റെ ഒരു ജാതി വർത്താനം എനിക്ക് പിടിക്കാത്തത്. ചേച്ചിക്ക് എന്നോട് വെറുപ്പേ ഉണ്ടാവും. എന്ത് വെറുപ്പ്? അവളെ എനിക്ക് അറിഞ്ഞൂടെ? അപ്പന്റെ അടുത്ത് വരുമ്പോ അപ്പന്റെ ആള്, എന്റെ അടുത്ത് വരുമ്പോ എന്റെ ആള്, ഇവന്റെ അടുത്ത് വരുമ്പോ ഇവന്റെ ആള്. ഒരു കാട്ടുപോത്ത്. ഈശോയെ, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിന്റെ അടുത്ത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പോയത്? നിന്റെ അപ്പനോട്. എനിക്ക് അവന്റെ അടുത്ത് പോണെങ്കിൽ നിന്റെ അനുവാദം വേണ? റോസി, നിന്റെ ഈ തെക്കൻ സ്വഭാവം ഇരിഞ്ഞാലക്കുടക്കാരനോട് വേണ്ടട്ടാ. അവന്റെ ഇളയതൊരു പെണ്ണ് കെട്ടുപ്രായമായിട്ട് നിൽക്കുകയാണെന്നുള്ള വിചാരം പോലും അവൻ ഉണ്ടായില്ലല്ലോ. ഇനി ഒരു തറവാട്ടുകാർ പെണ്ണി വെച്ച് ഞങ്ങളുടെ കുടുംബത്തോട്ട് കയറി വരുവോ? വരുടി. എന്നെ പോലുള്ള കിഴങ്ങന്മാര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഏതായാലും അവന്റെ വീട്ടിൽ ഞാൻ കാലെടുത്ത് വെക്കണമെങ്കിലേ എന്റെ അപ്പച്ചൻ താമരശ്ശേരി കുരിയച്ചൻ അല്ലാതാവണം. വേണ്ട, നിന്റെ തൃക്കാലം ഇപ്പൊ അവിടെ എടുത്ത് വെക്കേണ്ട ഒരു അത്യാവശ്യമില്ല. ഏതായാലും ഞാൻ പോവും. അവളുടെ പ്രസവത്തിന്റെ സമയത്തെ ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. ഓ, പെണ്ണുങ്ങൾ പറ്റി കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്നാ കാര്യമാ? ഞാൻ എന്റെ അമ്മേനെയും കൊണ്ടുപോകും. അയ്യാ, നല്ല പറ്റിയ പാർട്ടിയാ. എഞ്ചി, എന്റെ അമ്മ 10 പെറ്റതാ. ഒരു കുഞ്ഞിക്കാരി കാണാൻ ഭാഗ്യമില്ലാത്ത നിനക്കൊന്നും അവരുടെ വിഷമം മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാവോ? എനിക്ക് കുറേശ്ശെ അറിയാം. നീ കിടക്കാൻ നോക്ക്. എനിക്ക് നാളെ എറണാകുളത്ത് കൊണ്ടതാ. അവക്കിത് എത്രാമത്തെ മാസാ? പോയി അന്വേഷിക്ക്. ഓ, വലിയൊരാള്. കഥ തുറന്നെടുക്കാണല്ലോ. വല്ല കള്ളന്മാരും ആയിരിക്കും. അകത്തുണ്ടെന്നാ തോന്നണത്. നമുക്ക് ആരെങ്കിലും വിളിക്കാം. എന്നെ പേടിക്കുന്നേ. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ? ഈനാശേട്ടൻ പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുക്കുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം ഈനാശേട്ടനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചത് തന്നെയാ. താക്കോല് എന്റെ മാസ്റ്റർ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയുള്ള സാധാരണ താക്കോല് വെക്കുക. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശേട്ടന്റെ അളിയനല്ലേ, പ്രത്യേക അനുവാദമൊന്നും വേണ്ടല്ലോ. ഞാൻ കേറി. ഇനി ഞാൻ തന്നെയാണല്ലോ ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞാണോ കുളി കഴിഞ്ഞാണോ കാപ്പി കുടി എന്ന് ഈനാശേട്ടോട് പറഞ്ഞില്ല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടിരായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം. പുള്ളിക്കാരനാണ് കൊള്ളാലോ. എന്തേ, പാചകം മോശമാണോ? ഏയ്, നന്നായിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എനിക്ക് ഒളിയും മറിയൊന്നുമില്ല. ഈനാശേട്ടൻ പറയും പോലെ നേരെ വാ നേരെ പോ. അതാ ഞങ്ങൾക്കും ഇഷ്ടം. എവിടെ പോയതാ ഈ സന്ധ്യക്ക്? അമ്പലത്തില്. സന്ധ്യക്ക് അമ്പലത്തിൽ പോലൊരു പതിവാ. ഇവിടെ പിന്നെ സ്ഥലം പരിചയമില്ലാത്തോണ്ട് ഒന്ന് കറങ്ങേണ്ടി വന്നു. ടീച്ചർ എങ്ങനെയാ, അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? കല്യാണത്തിന് മുമ്പ് എന്നും പോവായിരുന്നു. ഇപ്പൊ പിന്നെ മാഷക്ക് ഇഷ്ടാവില്ലല്ലേ? അതുകൊണ്ടൊന്നുമല്ല, പോവാറില്ല. ഇതാ പ്രസാദം. എന്നാ പണിയാ കാണിച്ചത്? എന്തിനാ തുടച്ചത്? നന്നായിരുന്നു. ചന്ദനക്കുറി തൊട്ടാലും കുരിശുമാല ഇട്ടാലും നമ്മൾ തന്നെയാണ്.